ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMD. നമ്മൾ പാർട്ട് 6 രണ്ട് ക്വസ്റ്റ്യൻസ് പാർട്ട് 7 ഇട്ടിരിക്കുന്നു. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാവുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യം അഞ്ചാമത്തത്. എ മാൻ ഓൺ ദ ടോപ്പ് ഓഫ് എ ലൈറ്റ് ഹൗസ് സീസ് എ ഷിപ്പ് അപ്രോച്ചിങ് ദ സീഷോർ at an angle of depression of 22 degree. After the ship has traveled 100 meter more towards the seashore, he sees at an angle of depression of 31 degree. The ship stops there. Draw a rough figure. How far is the ship from the lighthouse? Find the height of the lighthouse. Tan 22 tan 31 values തന്നിട്ടുണ്ട്. അപ്പം ഒരു ലൈറ്റ് ഹൗസിനെ മുകളിൽ നിൽക്കുന്ന ആൾ കരയിലേക്ക് അടുക്കുന്ന ഒരു കപ്പൽ 22 ഡിഗ്രി കീഴ്ക്കോണിൽ കാണുന്നു. കപ്പൽ 100 മീറ്റർ കൂടി കരയോടടുത്തപ്പോൾ അതിനെ അയാൾ 31 ഡിഗ്രി കീഴ്ക്കോണിലാണ് കണ്ടത്. കപ്പൽ അവിടെ നിന്നു ഒരു ഏകദേശ ചിത്രം വരയ്ക്കുക. ഇപ്പോൾ കപ്പൽ കരയിൽ നിന്ന് എന്ത് അകലത്തിലാണ്? ലൈറ്റ് ഹൗസിന്റെ ഉയരമെന്ത്? ഇത് 2018 മോഡലിന് ചോദിച്ച ചോദ്യമാണ്. 2018 മോഡൽ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുന്നില്ല, ഞാൻ ഇവിടെ എഴുതിയത് 2018 മോഡലിന് ചോദിച്ച ചോദ്യമാണ്. 5 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ ഇത് ചോദ്യം വായിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, തന്നിരിക്കുന്ന വിവരം അനുസരിച്ച് നമുക്ക് ചിത്രം വരയ്ക്കാം. ഒരു ലൈറ്റ് ഹൗസ്, കുറച്ച് അകലെയുള്ള ഒരു കപ്പൽ, കരയോടടുക്കുന്ന കപ്പൽ. ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിൽക്കുന്ന സ്ട്രെയിറ്റ് വ്യൂ. അയാൾ എത്ര ഡിഗ്രി കീഴ്ക്കോണിൽ കാണുന്നു? 22 ഡിഗ്രി കീഴ്ക്കോണിൽ കാണുന്നു. ഇവിടെയാണ് ആംഗിൾ വരുന്നത്. അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആയി ഈക്വൽ 22 ഡിഗ്രി. അതിനുശേഷം ഇവിടെ നിന്ന് 100 മീറ്റർ അയാൾ കരയോടടുക്കുകയാണ്. ഇവിടെ കൊടുക്കാം. ഇവിടെ നിന്ന് 100 മീറ്റർ മുന്നോട്ട് ഇങ്ങോട്ട് കരയോടടുത്തപ്പോൾ അയാൾ കണ്ടത് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എത്ര ഡിഗ്രിയിൽ കണ്ടു? 31 ഡിഗ്രി. അപ്പോൾ 31 ഡിഗ്രിയിലാണ് അയാൾ കണ്ടത്. ഇവിടം വരെ 31 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിളും ഏത് ആംഗിളായിരിക്കും? 31. ഇവിടെയും 31 ആയിരിക്കും. ഓക്കെ, ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഫിഗർ കിട്ടി. ഇത്രയും വരച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 മാർക്ക്. ഇതിന് പേരൊക്കെ കൊടുക്കാം. എ, ബി, ഈ പോയിന്റ് സി, ഇവിടെ ഡി എന്ന് കൊടുക്കാം. സി ഡി ആണ് 100. കരയോടടുത്ത് 100 മീറ്റർ കരയോടടുത്തപ്പോൾ സിയിലെത്തി. ഇനി നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? എന്തൊക്കെ കാണാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? ലൈറ്റ് ഹൗസിന്റെ ഉയരം കാണണം. എന്താണ്? കരയോടടുത്തപ്പോൾ ഈ അകലമാണ് നമുക്ക് കാണേണ്ടത്. ഇത് തന്നിട്ടുണ്ടല്ലോ 100 മീറ്റർ ഇങ്ങോട്ട് വന്നപ്പോൾ എന്താണ്? ലൈറ്റ് ഹൗസിൽ നിന്ന് ഇപ്പോൾ എത്ര അകലത്തിലാണെന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ എ ബി രണ്ട് ട്രയാങ്കിളിനും കോമൺ ആണ്. നോക്കിക്കേ, എ ബി സി, എ ബി ഡി. അപ്പോൾ എ ബി നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. ലെറ്റ് എ ബി ഈക്വൽസ് എക്സ്. ഇവിടെ നോക്കിക്കേ, ബി സി, ഈ വലിയ ത്രികോണം എടുക്കുമ്പോഴും ചെറിയ ത്രികോണം എടുക്കുമ്പോഴും ബി സി വരും അല്ലേ? ബി സിക്ക് ഞാൻ എന്താ കൊടുക്കുന്നു? ബി സി ഈക്വൽസ് എന്താണ്? വൈ കൊടുക്കുക അല്ലേ? അല്ലെങ്കിൽ എ ബിക്ക് എക്സ് കൊടുക്കാം. എ ബി ഈക്വൽസ് എച്ച് ആൻഡ് ഹൈറ്റ് അല്ലേ? ബി സി ഈക്വൽസ് എക്സ്. അപ്പോൾ എച്ച് എന്നും ഇവിടെ എക്സ് എന്നും കൊടുക്കാം. നമുക്ക് സിംപ്ലിഫിക്കേഷൻ ഈസി ആവാൻ വേണ്ടിയാണ്. 30, 60, 90 അങ്ങനെ ഒരു പരിപാടി ഈ ചിത്രത്തിൽ ഈ ക്വസ്റ്റ്യനിൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ എടുത്ത് ആദ്യം ചെറിയ ട്രയാങ്കിൾ എടുക്കാം. മിൻ ട്രയാങ്കിൾ എ ബി സി. ഇവിടെ നമുക്ക് ടാൻ ആണ് തന്നിരിക്കുന്നത് അല്ലേ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ടാൻ 31 ഡിഗ്രി ഈക്വൽസ് എ ബി ബൈ ബി സി ഈക്വൽസ് എച്ച് ബൈ എക്സ്. അപ്പോൾ ടാൻ 31 വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? എത്രയാണ് ടാൻ 31 വാല്യൂ? ടാൻ 31 ഈക്വൽ 0.6. സിംപ്ലിഫിക്കേഷൻ എളുപ്പമാകാൻ വേണ്ടിയാണ് ഒരു ഡെസിമലേ അവർ തന്നിട്ടുള്ളൂ. ഇവിടെ നമുക്ക് വില കൊടുക്കാം. 0.6 ഈക്വൽ എച്ച് ബൈ എക്സ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എച്ചിൽ കൊണ്ടുവന്നേ
h is equal to 0.6x. Equation number 1. അടുത്ത ട്രയാങ്കിൾ എടുക്കുക. ഇൻ ട്രയാങ്കിൾ എ ബി ഡി ഇവിടെ ടാൻ തന്നെയാണ്. ടാൻ 22 ഈക്വൽസ് ഓപ്പോസിറ്റ് സൈഡ് എ ബി ബൈ ബി സി അല്ല ബി ഡി ആണ് എടുക്കേണ്ടത്. വലിയ ട്രയാങ്കിൾ ആകുമ്പോൾ ബി ഡി. അപ്പം ടാൻ 22ന്റെ വാല്യൂ 0.4 എന്ന് തന്നിട്ടുണ്ട്. 0.4 ഈക്വൽസ് എ ബി നമ്മൾ എന്തായിട്ട് എടുത്ത് എച്ച്, ബി ഡി എക്സ് പ്ലസ് 100. ഇപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ എച്ചിൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. എച്ച് ഇസ് ഈക്വൽ ടു 0.4 ഇൻറ്റു എക്സ് പ്ലസ് 100 ഈക്വൽസ് 0.4x പ്ലസ് ഇൻറ്റു 100 വരുമ്പോൾ എത്ര വരും? 40 വരും അല്ലേ? 0.440 400 വരുമ്പോൾ ഒരു പ്ലേസ് ഡെസിമൽ മാറ്റും. അപ്പോൾ എച്ചിൻ്റെ അടുത്ത ഇക്വേഷൻ നമുക്ക് കിട്ടി. എത്ര? ഇവിടെ ഇതാ. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ എച്ച് ഇസ് ഈക്വൽ ടു 0.4x പ്ലസ് 40. ഇക്വേഷൻ നമ്പർ 2. രണ്ടിലും നോക്കിക്കേ, എച്ച് കോമൺ അല്ലേ നോക്കിക്കോ. ഇക്വേറ്റിംഗ് 1 and 2. അപ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് രണ്ടും ഈക്വൽ ആ, സോ യു ക്യാൻ ഇക്വേറ്റ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് 1 and 2. ഫ്രം 1 and 2 കുറച്ചുകൂടി അടുത്ത ഇതാണ്. ഫ്രം 1 and 2 0.6x ഈക്വൽസ് 0.4x പ്ലസ് 40. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. 0.6x മൈനസ് 0.4x ഈക്വൽസ് 40. അപ്പോൾ കാണുന്നുണ്ടോ? അപ്പം സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0.2x ഈക്വൽസ് 40. 0.6 0.4 പോയാൽ 0.2. x is equal to 40 by 0.2 equals 400 by 2. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 200 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എക്സ് കിട്ടി 200. കുറച്ചുകൂടി അടുത്ത് എഴുതാം. ഈക്വൽസ് 400 by 2 ഈക്വൽസ് 200. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 200 എന്ന് കിട്ടി. എക്സ് എന്താണ് നമ്മൾ എടുത്തത്? എക്സ് ആയിട്ട് ബി സി എടുത്തല്ലേ? അപ്പം നമുക്ക് എന്താ എഴുതാം? ഞാൻ ഇവിടെ ഇങ്ങോട്ട് എഴുതുകയാണ്. എന്താണ് എക്സ് ആരായിട്ടാണ് എടുത്തത്? ബി സി. ബി സി ഈക്വൽസ് 200. അതാണ് ഒന്നിൻ്റെ ആൻസർ. അടുത്തത് എച്ച് കണ്ടുപിടിക്കണം. ബി സി എന്ന് പറയുന്നത് എന്താണ്? 100 മീറ്റർ പോയി കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഷിപ്പ് ആൻഡ് ദ ലൈറ്റ് ഹൗസ്. അത് നിങ്ങളങ്ങ് എഴുതിയാൽ മതി. പിന്നെ അടുത്ത പാർട്ട് എന്താണ്? ഇത് ബിയുടെ ആൻസറാണ്. ഇനി സി എന്താണ്? എ ബി ആണ്, ഹൈറ്റ് ഓഫ് ദ ലൈറ്റ് ഹൗസ്. അപ്പോൾ എ ബി ഈസ് ഈക്വൽ ടു എച്ച്. ഇവിടെ നോക്കിക്കേ, ഇതിൻ്റെ അകത്ത് എക്സിൻ്റെ വാല്യൂ കൊടുത്താൽ പോരെ? എച്ച് ഈസ് ഈക്വൽ ടു 0.6x ഈക്വൽ 0.6 ഇൻറ്റു എത്ര? 200. അപ്പോൾ എത്ര കിട്ടും? 12 120 അല്ലേ? അപ്പം എത്ര? 120 മീറ്ററാണ് എന്താണ് ലൈറ്റ് ഹൗസിൻ്റെ ഉയരം. ഓക്കെ, എല്ലാം കിട്ടിയില്ലേ? അപ്പോൾ ഇതൊരു ഇച്ചിരി ടഫ് ക്വസ്റ്റ്യൻ ആണ്, വളരെ ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പം ലൈറ്റ് ഹൗസിൻ്റെ ഉയരം 120 മീറ്ററും ഷിപ്പിന് ലൈറ്റ് ഹൗസിലേക്കുള്ള അകലം 200 മീറ്ററുമാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരുവിധം എല്ലാ ചോദ്യങ്ങളും ചെയ്തു കഴിഞ്ഞു. ഈ ലെസണിൻ്റെ റിവിഷൻ നിർത്തുകയാണ്. അതായത് ഒരുവിധം എല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത ലെസണുമായിട്ട് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ബൈ.